എണ്ണുന്നത്. അതിൽ വന്നിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ 18. ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ്. പോസ്റ്റൽ ബാലറ്റിനോടൊപ്പം ഒന്നാം റൗണ്ട് അല്പസമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, 961 പോസ്റ്റൽ ബാലറ്റേ ഉള്ളൂ, അതിൽ കൂടുതൽ എണ്ണരുത് പാലക്കാട്. മാത്രമല്ല പോസ്റ്റൽ വോട്ട് തന്നെയാണ്. ഒരു കാര്യമുണ്ട്, ആധികാരികമായ കാര്യമാണ്. അത് ട്രെൻഡ് അല്ലാന്നൊന്നും നമ്മൾ കരുതണ്ടെന്നേ. പോസ്റ്റൽ വോട്ട് വോട്ടാണ്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയും ഇതേപോലെ പോസ്റ്റൽ ബാലറ്റിൽ NDA വലിയ ഭൂരിപക്ഷം ആയിരുന്നു. ബിജെപിയുടെ ലീഡ് 28 ഉയർന്നിരിക്കുന്നു. പാലക്കാട് കൃഷ്ണകുമാർ 18 നിന്നും 28 ലീഡ് ഉയർത്തിയിരിക്കുന്നു. BJPയുടെ ലീഡ് പാലക്കാട് 28 പോസ്റ്റൽ ബാലറ്റിൽ 961 പോസ്റ്റൽ ബാലറ്റുകളുള്ള പാലക്കാട് BJP പോസ്റ്റൽ ബാലറ്റിൽ എണ്ണി തുടങ്ങുമ്പോൾ 28 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നാണ് ബൂത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുവരെയും വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയിട്ടില്ല. ആദ്യ റൗണ്ടിൽ വോട്ടിംഗ് മെഷീനുകൾ എണ്ണുമ്പോൾ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിൽ വോട്ടുകൾ 1800. ആകെയുള്ള വോട്ട് ഒന്നാമത്തെ റൗണ്ടിൽ 1 മുതൽ 14 വരെ ബൂത്തുകളിലായി 9,5,9,9. അതിൽ 1800 വോട്ടുകൾ കഴിഞ്ഞ തവണ BJP നേടിയ വോട്ടുകൾ. ലീഡ് ഉയരണം. ആ ലീഡ് ഉയർന്നാൽ അതിൽ ട്രെൻഡ് ഉണ്ട് എന്ന് പറയാം. പോസ്റ്റൽ ബാലറ്റിലെ ട്രെൻഡ് ഇപ്പോൾ BJPക്കാണ്. പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ BJP ഇക്കുറിയും പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നു. 28 വോട്ടുകളുടെ ലീഡാണ്. BJP 28 വോട്ടുമായി കൃഷ്ണകുമാർ പാലക്കാടിന്റെ സീക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയുടെ UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ 49 വോട്ടുകൾക്കാണ് UR പ്രദീപ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് 961 ഇപ്പോൾ 28 വോട്ടുകൾക്ക് കൃഷ്ണകുമാർ. അടുത്ത 15 മിനിറ്റ് വളരെ നിർണായകമാണ്. ആദ്യ റൗണ്ടിന്റെ ഫലസൂചനകൾ എത്തുമ്പോൾ മാത്രമാണ് ഇതിലൊരു കൃത്യമായ ട്രെൻഡ് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. പോസ്റ്റൽ ബാലറ്റ് പാലക്കാട് കഴിഞ്ഞ തവണ NDAക്കായിരുന്നു. ഇക്കുറിയും പോസ്റ്റൽ ബാലറ്റിൽ NDAക്ക് തന്നെയായിരിക്കും ലീഡ് എന്നതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ കൂടി നമുക്കൊന്ന് വളരെ വേഗം പറഞ്ഞു പോകേണ്ടതുണ്ട്. പോസ്റ്റൽ ബാലറ്റിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഇതുവരെയും